ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നൂൽപുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നൂൽപുട്ട്, ഇടിയപ്പം എന്നൊക്കെ പറയുന്നതിന്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതൊരു പാനിൽ തിളപ്പിക്കാൻ വെക്കുകയാണ്. അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരിപ്പൊടി ഏത് അളവിൽ വേണമെന്ന് ഞാൻ പറയണില്ല, കാരണം പല അരിപ്പൊടിക്കും പല അളവിലാണ് വെള്ളം വേണ്ടത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിളച്ചതിന് ശേഷം ഞാൻ അരിപ്പൊടി അതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം എത്ര അരിപ്പൊടി അതിന് വേണം എന്നുള്ള, ആ വെള്ളത്തിലേക്ക് എത്ര അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണമെന്ന് നമുക്കങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പം ഞാൻ ഡയറക്റ്റ് അളവില്ലാതെ പാക്കറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് അങ്ങനെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ അരിപ്പൊടി ഇങ്ങനെ കട്ടയായി വരണതിനനുസരിച്ച് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നിർത്താം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നിർത്തണം. എന്നിട്ട് പാകത്തിന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലേക്ക് ഇത്രയും അരിപ്പൊടി മതി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പാകത്തിന് അരിപ്പൊടി വെന്ത് കിട്ടും. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഒരു ലൈറ്റ് ചൂടിൽ നല്ലപോലെ കുഴച്ചെടുക്കും വേണം. ഞാനിവിടെ അരിപ്പൊടിയുടെ അളവ് പറയാതെ നമ്മൾ പലതരത്തിലുള്ള അരിപ്പൊടി ഉണ്ടാവും. അപ്പോൾ പല തരത്തിലുള്ള അരിപ്പൊടിക്കും പല അളവിലാണ് നമുക്ക് വെള്ളം വേണ്ടത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടി ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഞാനിവിടെ അരിപ്പൊടിയുടെ കണക്ക് പറയണില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് വെള്ളത്തിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് എത്ര അരിപ്പൊടി അതിലേക്ക് വേണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അത് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് ലൈറ്റ് ചൂടിൽ നമുക്ക് നല്ലപോലെ ഇത് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. മാവ് ഇനി നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഈ 3 ഗ്ലാസ് വെള്ളത്തിൽ വെള്ളം തിളപ്പിച്ചിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഏകദേശം 4 പേർക്ക് കഴിക്കാനുള്ള ഇടിയപ്പം ഉണ്ടായിരിക്കും. ഇനി സേവനാഴിയിലേക്ക് നമുക്ക് അതിൻ്റെ ചില്ലിട്ട് കൊടുക്കണം. അപ്പോൾ 2 തരത്തിലുള്ള ചില്ലുണ്ട്, ഹോള് വലുതുള്ളതും ചെറുതുള്ളതും. അപ്പോൾ ചെറിയ ഹോളുള്ള ചില്ലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സേവനാഴിയിലേക്ക് അത് ഇട്ട് കൊടുക്കാം, ചില്ലിട്ട് കൊടുക്കാം. അതിൻ്റെ ചില്ല് ഏറ്റവും അടിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് നമുക്ക് മാവ് നിറയ്ക്കാം. മാവ് കുഴച്ച് വെച്ചിട്ടില്ലേ, നമുക്ക് നിറച്ച് കൊടുക്കാം. നല്ലോണം ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കണം. എന്നിട്ട് ടൈറ്റ് ചെയ്തിട്ട് അടച്ചെടുക്കാം. അപ്പോൾ ഈ മാവിൽ വെള്ളം ഒരുപാട് അധികമായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല കുഴഞ്ഞിരിക്കും. പാകത്തിന് വെള്ളമാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ടൈറ്റായിട്ട് അടച്ചെടുക്കാം. ഇനി ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇഡ്ഡലി മാവ് ഒഴിക്കണില്ലേ, അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. തേങ്ങ ചിരണ്ടിയത് വെച്ച് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. കുറേ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ വെച്ച് കൊടുക്കാം, അല്ല കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ നൂൽപുട്ട് മാവ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സേവനാഴിയിൽ നല്ലപോലെ മാവ് പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും നൂലായിട്ട് ഇതിങ്ങനെ അതിൽ വന്ന് വീഴും. ഇതുപോലെ ഞാൻ എല്ലാ ഇഡ്ഡലി തട്ടിലേക്കും ഇതുപോലെ മാവ് പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പം നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടതാണ്. അപ്പോൾ അതാവുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ, 1 വയസ്സുള്ള കുട്ടികൾക്ക്, 2 വയസ്സ് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അത്, തേങ്ങാപ്പാലിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്. വലിയ ആൾക്കാരും അങ്ങനെ തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടിട്ട് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് കഴിക്കും. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ തേങ്ങാപ്പാലും പഞ്ചസാരയും പിന്നെ ഒരു ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ തട്ടിലേക്കും ഞാൻ ഇടിയപ്പം ഇതുമാതിരി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ഓരോ തട്ടുകളും നമുക്ക് ഇറക്കി വയ്ക്കാം. നിങ്ങൾക്ക് ഇതിൽ തേങ്ങ ഒരുപാട് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലും നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം.
ഞാൻ മുകളിൽ കുറേശ്ശെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് മതിയാവും. 5 മിനിറ്റിൽ പെട്ടെന്നത് വെന്ത് കിട്ടും. കാരണം പകുതിയിലധികം മാവ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ചൂടാറാൻ വേണ്ടി എടുത്ത് മാറ്റി വയ്ക്കാം. ചൂടോടുകൂടെ ഇഡ്ഡലി തട്ടുന്ന ഇടിയപ്പം എടുക്കരുത്. ഇനി നമുക്ക് ഗ്രീൻ പീ ഇതിലേക്ക് ഒരു കോമ്പിനേഷൻ കറിയായിട്ട് ഗ്രീൻ പീസ് കറിയാണ് വെക്കണത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച ഗ്രീൻ പീസാണിത്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഒരു അര തക്കാളി, ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി പാകത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം. പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കൊരു കുക്കറിലിട്ടിട്ട് വിസിലടിപ്പിച്ചെടുക്കണം. ഒരു 4 വിസിലടിച്ച് കഴിഞ്ഞാൽ തന്നെ പാകത്തിന് വെന്ത് കിട്ടും ഗ്രീൻ പീസ്. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കാം. ആ ഉള്ളി വഴറ്റണ സമയം കൊണ്ട് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ വേണം. ഒരു 2 പിടി തേങ്ങയോളം മാത്രമേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. 2 പിടി തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. ഉള്ളി നല്ലപോലെ മൂത്ത് വരണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ആവശ്യമുള്ള തേങ്ങയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി വഴറ്റിയിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ അത് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറില്ലേ, പൊടികളുടെ പച്ചമണമൊക്കെ മാറണ വരെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം. പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ട് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൽ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എങ്ങനെ വേണം, നല്ല തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അല്ല കൂടുതൽ ലൂസായിട്ടാണ് കറി വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി തേങ്ങ അരച്ച് വെച്ച് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് പാകത്തിന് ഉപ്പ്, ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യണ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി ഇടിയപ്പം ഞാൻ വാഴയിലയിലാണ് സെർവ് ചെയ്യണത്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ഞാൻ തേങ്ങാപ്പാലും കൂടെ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട്, കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളൂ, അതിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാലും ഈ ഇടിയപ്പത്തിൻ്റെ നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് കറി ചേർത്ത് കഴിക്കാം, അല്ല മധുരമൊക്കെയാണ് ഇഷ്ടം എന്നുള്ളവർക്ക് ഇങ്ങനെ തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടിട്ടും
ഇടിയപ്പം കഴിക്കാം. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.